വെൽക്കം ടു ചന്ദൂസ് ആൻഡ് നന്ദൂസ് വേൾഡ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു നേച്ചർ വാക്കിൽ ഇറങ്ങിയതാണ്. അപ്പോൾ നന്ദൂരും എനിക്കും ഫിഷിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇവിടെ റിവർ പോലത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ഫുള്ള് ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഫിഷ് ഇഷ്ടമാണ് അറിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ നോക്കുകയാണ്. ഇവിടെ അടുത്തൊരു സൂപ്പർ ഒരു നെല്ലിൻ്റെ ഒരു ഫീൽഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം. വെള്ളം കണ്ട് എത്ര ഫോഴ്സാണ്, അതുകൊണ്ട് എനിക്ക് മീൻ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ 10-20 മീൻ പിടിച്ചെന്നോ അവൻ്റെ ഒരു ഗമമുള്ളത്. പിന്നെ ഇപ്പം ഞങ്ങൾ ഒരു മണിക്കൂറായി. പിന്നെ കിട്ടുന്നത് മീനല്ല, ഫുള്ള് പ്ലാന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പം മീൻ പിടിക്കാനല്ലേ ഇറങ്ങി. അപ്പോൾ കടയിൽ നിന്നെങ്കിലും 2-3 മീൻ മേടിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കും എനിക്ക് വട്ടമുണ്ടെന്ന് ഇവിടെ ഒഴുക്കൊക്കെ പിടിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹമില്ല. അപ്പം കിട്ടുന്നെങ്കിൽ ഭയങ്കര ഇതാ. മീൻ പിടിച്ചൊക്കെ തളർന്നു. ഇപ്പം നമുക്ക് കുറച്ച് നേച്ചർ നോക്കി പോയിട്ട് ആ പാഡി ഫീൽഡൊക്കെ നമ്മളെപ്പോഴും ഹരിതം നേച്ചറിനൊക്കെ കാണാൻ മറക്കുന്നില്ല. അപ്പോൾ ഇത് നോക്കുക, ഇതൊക്കെ ഭയങ്കര കുഞ്ഞിതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ നേച്ചർ വാക്കും ഫിഷിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ തളർന്നിരിക്കുക. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ അതിനൊരു പശു വേണം. ഇവിടെ നിറയെ പശുവുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുന്നു കേട്ടോ, നമുക്ക് പശുവിനെ തരുമെന്ന്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞങ്ങൾ എത്ര ഫിഷ് പിടിച്ചെന്നറിയാമോ? അത് സർപ്രൈസ്. മിക്കവാറും നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ. So please like, share, subscribe this channel. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. ചൂരകാരി